ഞാൻ അണ്ടർലൈനിട്ട് പറയുന്നു, ഹേമ കമ്മീഷനിൽ പരാതി കൊടുത്ത കൂതറകളോട് പറയണം. വാതിലിൽ മുട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ കഥ തുറന്നിട്ട് കേൾക്കണ്ടേ, കഴിവടവൻ എന്തിനാണ് വന്ന് വാതിൽ മുട്ടണമെന്ന് കേൾക്കണ്ടേ. അമ്മയും റെഡി മകളും റെഡി എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ കാസ്റ്റിംഗ് കൗച്ച് തേങ്ങ മാങ്ങാന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നവരോടും എനിക്ക് പുച്ഛമാണ്. കണ്ടു പഠിക്കേണ്ട ആരെന്നറിയോ, ഇവിടെ ഇപ്പോൾ WCCയുടെ നേതാവായിട്ട് നടക്കുന്ന പാർവതി തിരുവോത്ത് ഒരു ചാനലിൽ കിടന്ന് ഒരു പെണ്ണ് ഒരു അവതാരക കിടന്ന് ചാടർന്ന് അവള് ഭർത്താവ് നമ്മുടെ ശാന്തിവിള ദിനേശനും ഹേമ കമ്മീഷൻ റിപ്പോർട്ടും. ശാന്തിവിള ദിനേശൻ ആരാണെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളിക്കാരൻ ഒരു സിനിമ സംവിധായകനായിരുന്നു. സംവിധായകൻ എന്ന് പറയുമ്പോൾ ഒരു സിനിമയെ ഡയറക്ട് ചെയ്തിട്ടുള്ളൂ. ആ സിനിമ ആണെങ്കിൽ 8 നിലയും പൊട്ടിയും ചെയ്ത്. ബംഗാളി ഔദ എന്നുള്ളതാണ് സിനിമയുടെ പേര്. 2005 ആ സിനിമ ഇറങ്ങിയത്. പിന്നെ സ്പീഡ് ട്രാക്ക് പോലുള്ള ഒരുപാട് സിനിമകളുടെ പിന്നണി പ്രവർത്തകനായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരുപാട് സിനിമകളുടെ സെറ്റുകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ട് കുറെ എത്തിയപ്പോൾ പ്രായമായതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ ഫീൽഡ് വിട്ടു. ഇപ്പൊ അധികം സിനിമ പ്രവർത്തനങ്ങളൊന്നും ഇല്ല. ഇപ്പം പുള്ളിക്കാരൻ മെയിനായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നുണ്ട്. ലൈറ്റ് ആക്ഷൻ ക്യാമറ എന്നുള്ളതാണ് ആ ചാനലിന്റെ പേര്. ചാനലിന്റെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ പുള്ളിക്കാരൻ കണ്ടതും അനുഭവിച്ചതുമായ സിനിമയുടെ പിന്നണിയിൽ നടക്കുന്ന ഓരോ കഥകളും മറ്റുമൊക്കെയാണ് പുള്ളിക്കാരൻ ആ ചാനലിൽ വന്ന് പറയുന്നത്. പല നടന്മാരെയും നടിമാരെയൊക്കെ പുള്ളിക്കാരൻ പച്ചക്ക് വലിച്ചു കീറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഭയങ്കര റീച്ചായിരുന്നു. അതിന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. സിനിമന്റെ പിന്നണിയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു പ്രത്യേക കൗതുകമാണല്ലോ. ആ കൗതുകം തന്നെയാണ് പുള്ളിക്കാരന്റെ ചാനലിൽ വിജയവും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ചില സമയത്ത് പുള്ളിക്കാരന്റെ സംസാരങ്ങൾ നല്ല രീതിയിൽ അതിര് കടക്കാറുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ ഇന്നലെ പുറത്തു വന്നത് അല്ലേ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സിനിമാ ഫീൽഡിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചൂഷണങ്ങളെ കുറിച്ച് സർക്കാർ പഠിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. അതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണ്, സിനിമാ ഫീൽഡിൽ പല രീതിയിലുള്ള കാസ്റ്റിംഗ് കൗച്ചും സ്ത്രീകൾ വലിയ രീതിയിലുള്ള ചൂഷണത്തിനൊക്കെ ഇരയാക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പല പെൺകുട്ടികൾക്കും കിടപ്പറ പങ്കിടേണ്ടി വരെ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയി ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തതാണ് അല്ലേ. അപ്പൊ ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ നമുക്കറിയാലോ ഇപ്പൊ എല്ലാ വാർത്താ മാധ്യമങ്ങളും ഇതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായി പല ചാനലുകളും ഈ പറഞ്ഞ ശാന്തിവിള ദിനേശനെ ചർച്ചയുടെ ഭാഗമായി വിളിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഒട്ടുമിക്ക ചാനലും പുള്ളിക്കാരൻ പോയില്ല കേട്ടോ. പുള്ളിക്കാരനെ വിളിക്കാനുള്ള കാരണം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നിലവിൽ സിനിമയെ കുറിച്ച് കാര്യങ്ങൾ വെട്ടി തുറന്ന് സംസാരിക്കുന്ന പുള്ളിക്കാരൻ മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് മൗനം പാലിക്കാണ്. അത് കണ്ടുകൊണ്ടാണ് പല ചാനലുകളും പുള്ളിക്കാരനെ വിളിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരൻ ചുരുങ്ങിയ ചില ചാനലുകളിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇന്നലെ M5 ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനൽ പുള്ളിക്കാരൻ വന്ന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വോയിസ് ആയിട്ടാണ് പറയുന്നത്. അത് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. നമുക്ക് എന്തായാലും കണ്ടോക്കാം. ഏത് സ്ത്രീകൾ അതാണ് പ്രശ്നം. ആദ്യം അവരുടെ സ്വഭാവ മഹിമ ആദ്യം പുറത്തു വിടട്ടെ, എന്നിട്ട് പറയാൻ ബാക്കി. നാളെ പേര് അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ വാതിലിൽ മുട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ കഥ തുറന്നിട്ട് കേൾക്കണ്ടേ, എന്തിനാണ് വന്ന് വാതിൽ മുട്ടണമെന്ന് കേൾക്കണ്ടേ. പ്രശ്നം ഞാൻ നന്നായിട്ട് അഭിനയിക്കാം, നീ പറയുന്നത് പോലെ ക്യാമറ മുന്നിൽ നീ വിചാരിക്കുന്നതിനേക്കാളും ഡയമെൻഷനിൽ ഞാൻ അഭിനയിക്കാം. പക്ഷേ ശരീരം തൊട്ടുള്ള കളി വേണ്ട എന്ന് പറയാൻ ആർജവം ഇല്ലാത്തടത്തോളം കാലം അങ്ങനെയുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. കലയും വേണം, ചുണ്ട് നന്നാവും വേണമെന്ന് വാശി പിടിക്കരുത്. എനിക്ക് അവസരവും വേണം. ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്നെ ഉപദ്രവിക്കുന്നു കൂടെ പറഞ്ഞു നടക്കരുത്. പച്ചയ്ക്ക് പറയണ്ടേ മുഖത്ത് നോക്കി. അതെ, അത് സത്യമായിട്ടുള്ള കാര്യം. പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയുന്ന വേണം. ഒരുമാതിരി പല പെണ്ണുങ്ങളും സിനിമയിൽ എങ്ങനെയും അവസരം കിട്ടട്ടെ എന്ന് വിചാരിച്ച് കിടന്ന് കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് എല്ലാം കഴിഞ്ഞാൽ അവസാനം പോയി പരാതിപ്പെടുകയും ചെയ്യും. അതിലൊരു അർത്ഥമില്ലല്ലോ, അതൊരു ലോജിക്ക് ഇല്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് പരാതിപ്പെടാൻ പോലുള്ള അവകാശം ഇല്ല എന്നുള്ളതാണ്. ഫസ്റ്റ് പ്ലേസിൽ തന്നെ നോ പറയണം. നോ പറഞ്ഞിട്ടും ഇവർ ലൈംഗികാതിക്രമണം കാണിക്കുകയാണെങ്കിൽ പിന്നെയും ഓക്കെ, ഈ പരാതിയിൽ കഴമ്പുണ്ട്. അതല്ലാതെ എല്ലാം ചെയ്തിട്ട് പോയി പരാതിപ്പെടുന്നതിൽ എന്ത് കാര്യമുള്ളത്, എന്ത് ലോജിക്കാണുള്ളത്? പുള്ളിക്കാരൻ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ഇവിടെ ശരിക്കും സംഭവിക്കണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടി ഇവരൊക്കെ വഴങ്ങി കൊടുക്കും. ആ സിനിമയിൽ അവസരം കിട്ടും. ചിലപ്പോൾ ആ സിനിമയിൽ ഇവർക്ക് നല്ല റോളും കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ അത്യാവശ്യം റോളൊക്കെ കിട്ടി പിന്നെ അടുത്ത സിനിമയിൽ അവസരം വരുന്ന സമയത്ത് ഇതേ പരിപാടി വീണ്ടും ചെയ്തു കൊടുക്കേണ്ടി വരും. കാരണം ഈ ഒരു പെൺകുട്ടി മറ്റൊരു സിനിമയിലേക്ക് പ്രവർത്തിക്കാൻ പോകുന്ന സമയത്ത് ആദ്യ സിനിമയിൽ അണിയറ പ്രവർത്തകർ ഈ പറഞ്ഞ രണ്ടാമത്തെ സിനിമയിൽ അണിയറ പ്രവർത്തകർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാകും ഇവിടെ എന്തിനും തയ്യാറായിട്ട് വരുന്ന പെണ്ണാന്നുള്ളത്. അപ്പൊ അവിടുന്ന് കിടന്ന് തരാൻ വേണ്ടി ആവശ്യപ്പെടും. അപ്പോഴാണ് ഇവർ ലോക്കാവുക. അന്നേരം ഇവർ നേരെ പോയി അങ്ങ് പരാതിപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് പ്ലേസിൽ തന്നെ നോ പറയണം എന്നുള്ളത്. നമ്മളെ ടാലന്റ് കണ്ട് സിനിമയിൽ എടുക്കുകയാണെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ എടുക്കേണ്ട, അത്രയേ ഉള്ളൂ. ഇങ്ങനെ കിടന്നു കൊടുത്താൽ സിനിമയിൽ അവസരം കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഏജന്റുമാർ തന്നെ സിനിമയിലേക്ക് പല പെൺകുട്ടികളും കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അവരുടെ അമ്മമാരെ വരെ അതിന് തയ്യാറായി വരുന്നുണ്ട് എന്നുള്ളതാണ്. അവരോട് ആദ്യം പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളൊന്ന് കിടന്നു കൊടുത്താൽ മതി, നിങ്ങൾക്ക് കിട്ടില്ല റോലായിരിക്കും ഈ സിനിമയിൽ കിട്ടാന്നുള്ളത്. അതിനൊക്കെ തയ്യാറായി കൊണ്ടുവരുന്ന പെൺകുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ്. അവിടെയൊക്കെ കിടന്നെടുക്കും, എന്നിട്ട് അവസാനം പോയി പരാതിപ്പെടാനും തുടങ്ങും. അതൊരിക്കലും ഫെയർ ആയിട്ടുള്ള കാര്യമില്ല. ഞാൻ ഈ അടുത്തൊരു നടിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, കുറെ മുമ്പേ കണ്ടതാണ്. ആളെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നില്ല. ആള് പറഞ്ഞൊരു കാര്യമുണ്ട്, ആൾക്ക് ഇതേമാതിരി മുമ്പ് സിനിമയിൽ ഒരു അവസരം വന്നിട്ടുണ്ടായിരുന്നു, മഞ്ജു വാര്യരുടെ മോളായിട്ട് അഭിനയിക്കാനുള്ള അവസരം. പക്ഷെ കിടന്നു കൊടുക്കണം, പുള്ളിക്കാരി അതിന് തയ്യാറായില്ല, ആ അവസരം നഷ്ടപ്പെട്ടു. പക്ഷെ അതിനുശേഷം പുള്ളിക്കാരി വേറെ പല സിനിമകളിലൂടെ കയറി വന്നു എന്നുള്ളതാണ്. അതൊക്കെയാണ് ആർജവം തൻ്റെ എന്നൊക്കെ പറയുന്നത്. എന്ത് കരുതി പല സിനിമകളിലും മഞ്ജു വാര്യരുടെ മകളായി അഭിനയിച്ച ആൾക്കാരെല്ലാം ഇങ്ങനത്തെ പെൺകുട്ടികളാണെന്ന് ചിന്തിക്കരുത് കേട്ടോ. ചിലപ്പോൾ ഡയറക്ടർ പോലും അറിയാതെയായിരിക്കും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് ഒക്കെ ഇവരോട് ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ എന്ന് കരുതി നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ ജെന്യുവിൻ ആയിട്ടുള്ള കേസുകളിൽ തള്ളി
തള്ളിക്കളയാനും പാടില്ല. നീതി ഡിസേർവ് ചെയ്യുന്ന പലരും ഇതിന്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ എല്ലാരും കണ്ണടിച്ച് വിമർശിക്കുമ്പോൾ അവരും കൂടി അതിൽ പെട്ടുപോകും എന്നുള്ളതാണ്. എല്ലാം നമ്മൾ വേർതിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ശാന്തിവിള ദിനേശൻ കുറച്ചും കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടി കണ്ടോക്കാം. എനിക്ക് അനുഭവമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്വഭാവ നടൻ ഒരു വികടൻ ചിരിയിരിച്ചിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകാൻ നേരത്ത് മേക്കപ്പ് വെളിച്ചെണ്ണ കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് ഇറങ്ങി പോണ വഴിക്ക് ഒരു വിടല ചിരിച്ചിരിച്ചിട്ട് മലയാള സിനിമയിൽ മോശമല്ലാതെ ഒരുപാട് പേർക്ക് ശരീരം പങ്കിട്ടിട്ടുള്ള ഒരു ചേച്ചിയോട് വരുന്നോടി ഇന്ന് രാത്രി നമുക്കൊന്ന് ആഘോഷിക്കാം എന്ന് പറഞ്ഞു. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ചോദിച്ചപ്പോൾ ആ ചേച്ചിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്ത പോലെ തോന്നി. ആ ചേച്ചി, ഞാൻ അതുകൊണ്ടാണ് ചേച്ചി എന്ന് വിളിക്കുന്നത്. ആ ചേച്ചി അപ്പൊ പറഞ്ഞു, വീട്ടിൽ പോയി നിന്റെ അമ്മയെ വിളിച്ചോണ്ട് ഓടാന്ന് പറഞ്ഞു. അയാൾ ചമ്മി വിളറിപ്പോയി. മലയാളത്തിൽ ഒരു വലിയ നടന. അങ്ങനെ പറയാനുള്ള ആർജവും ഇല്ലാത്തിടത്തോളം കാലം ഈ പെണ്ണുങ്ങൾ ഇനിയും ദുരിതം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതെന്തോ ആ ചേച്ചി ഇടയിൽ കൂടെ സപ്പോർട്ട് ചെയ്യണ പോലെ നിന്നിട്ട് താങ്ങിയ പോലെ ആയല്ലോ. തലക്കേടില്ലാത്ത രീതിയിൽ പലർക്കും കിടന്നു കൊടുത്ത ചേച്ചി എന്നൊക്കെ അതിനിടയിൽ കൂടെ മറ്റാളെ ഊക്കൽ ഇഷ്ടം. എന്തൊക്കെ കേൾക്കണം പഠിച്ചവനെ. ഇതൊക്കെ ഉള്ളതാണോന്ന് അറിയില്ല കേട്ടോ. പുള്ളിക്കാരനെ പറഞ്ഞറിവല്ലേ ഉള്ളൂ നമുക്കുള്ളത്. എന്തായാലും അങ്ങനെ ആ ചേച്ചി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആർജവമാണ് എല്ലാവരും കാണിക്കേണ്ടത്. ചോദിക്കുന്ന സമയത്ത് പച്ചക്കങ്ങ് പറ്റില്ല എന്ന് പറയാം, അതോടെ പ്രശ്നം അവിടെ തീർന്നു. പക്ഷെ ഇന്നൊക്കെ കുറെ ഇതൊക്കെ മാറിപ്പോയി അല്ലേ. പണ്ടത്തെ പോലെ ഒന്നല്ല. ഇന്നിപ്പോൾ ടാലൻസ് ഉള്ള ആളുകൾക്കാണ് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നത്. പിന്നെ പഴയ പോലുള്ള കാസ്റ്റിംഗ് കോച്ച് സംഭവങ്ങളൊക്കെ കുറഞ്ഞു. കാരണം സോഷ്യൽ മീഡിയ ആക്റ്റീവായി, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സജീവമായി. അപ്പൊ പിന്നെ ചോദിക്കുന്നവർക്ക് ഒരു പേടി വരാൻ തുടങ്ങി. അത് വളരെ നല്ല കാര്യമാണ്. കഴിവുള്ളവർ ഉയർന്നു വരട്ടെ അല്ലേ. എന്തായാലും ബാക്കി കേട്ടോക്കാം. അതുപോലെ തന്നെ കണ്ണാടി നോക്കി ഞാൻ സിനിമയ്ക്ക് വരാൻ പറ്റിയ ആളാണോ എന്ന് നോക്കാതെ എല്ലാം മഞ്ജുവാരിലാക്കാൻ വേണ്ടി അമ്മമാർ കൊണ്ടിറങ്ങുമ്പോൾ അമ്മയും റെഡി മകളും റെഡി എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് പിന്നെ കാസ്റ്റിംഗ് കവിച്ച് തേങ്ങ മാങ്ങാന്ന് പറഞ്ഞ് പരാതി ഓർക്കുന്നവരോടും എനിക്ക് പുച്ഛമാണ്. പുച്ഛിക്കണേനൊന്നും വലിയ വിഷയമല്ല. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ, കണ്ണാടി നോക്കി ഞാൻ സിനിമക്ക് പറ്റിയ ആളാണെന്ന് നോക്കാതെ ഇറങ്ങി പുറപ്പെടുന്ന നടിമാരും അമ്മയും എന്നുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് ഒട്ടും റെഡി ആയില്ല എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ പറയുന്ന പോലെ ഈ സോക്കോൾഡ് സൗന്ദര്യമുള്ളവർക്ക് മാത്രമാണ് ഈ സിനിമ അഭിനയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ മാത്രമേ നടിമാരാവാൻ പറ്റൂ എന്നുള്ളതാണോ? ഇത് മറ്റേ സത്യഭാമ ചേച്ചി പറഞ്ഞ പോലെ ആയിപ്പോയി. വെളുത്ത ആൾക്കാർക്ക് മാത്രമേ ക്ലാസിക്കൽ ഡാൻസ് പറ്റൂ എന്നുള്ള പറഞ്ഞ പോലെ അതിന്റെ മറ്റൊരു വേർഷൻ ആയിപ്പോയത്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇങ്ങനെ ഭയങ്കര ആവേശം കയറി സംസാരിക്കലാണ്. ചില സമയത്ത് ഇങ്ങനെ ലക്കുലകാനില്ലാണ്ട് സംസാരിച്ച് ഇമ്മാരി വർത്തനൊക്കെ അങ്ങ് പറഞ്ഞു കളയും. ഇതാണ് പുള്ളിക്കാരൻ്റെ ഏക പ്രശ്നം എന്ന് പറയുന്നത്. ഇങ്ങനെ പബ്ലിക്കിലെ വാക്കുകൾ കൺട്രോൾ ചെയ്ത് തീരെ സംസാരിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞിട്ടില്ലേ, കണ്ണാടി നോക്കാതെ ഇറങ്ങി പുറപ്പെടുന്ന നടിമാർന്നൊക്കെ. സൗന്ദര്യമല്ലല്ലോ, ടാലന്റ് അല്ലേ തീരുമാനിക്കപ്പെടുന്നത്. പിന്നെ ഈ ശാന്തിവിള ദിനേശൻ എന്ന് പറയുന്ന ഒരു പഴയ സംവിധായകനാണ്. അപ്പൊ ആ ചിന്താഗതിയൊക്കെ ഉള്ളിൽ ഉണ്ടാവല്ലോ. അപ്പൊ അതിങ്ങനെ അവസരോചിതമായി ഇങ്ങനെ പുറത്ത് ചാടുന്നു മാത്രം, അത്രേ ഉള്ളൂ. നിങ്ങളെ പോലുള്ള ഈ ഡയറക്ടർമാരുടെ ചിന്തയാണ് ആദ്യം മാറേണ്ടത്. എന്ത് പറയാനാണ് ഇതിനൊക്കെ. ബാക്കിയാണ് നോക്കാം. ഒരു ചാനലിൽ കിടന്ന് ഒരു പെണ്ണ് ഒരു അവതാരക കിടന്ന് ചാടുന്നു. അവള് ഭർത്താവുള്ള അല്ല ഭാര്യയും കുട്ടികളുമുള്ള ഒരു അവതാരകന്റെ കൂടെ ഓരോ ചാനലിൽ അവർ സ്ഥലം മാറി പോകുമ്പോഴും അവന്റെ കൂടെ ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ് പോയവളാണ് ഹേമ കമ്മീഷനിലെ സ്ത്രീ പീഡന സംസാരിക്കുന്നത്. മനസ്സിലായോ? ഓരോ ചാനലിൽ ആ അവതാരകൻ പോകുമ്പോഴും ഞാൻ പറഞ്ഞെങ്കിൽ അവളെ കൂടെ കൊണ്ടുവരണം കീപ്പായിട്ട്. അവളാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഇന്ന് ഏറ്റവും കൂടുതൽ വാചകം അടിക്കുന്നത്. ഒരു ചാനലിൽ ഇപ്പോൾ റേറ്റിംഗിലൊക്കെ വളരെ മോളി വന്ന ഒരു ചാനലിൽ അവതാരകയായിട്ടിരുന്ന് ഭയങ്കര വാചകം അടിക്കുന്നു. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സ്ത്രീകളുടെ ചങ്കുറ്റത്തെക്കുറിച്ച്, സ്ത്രീകളുടെ എന്താ പറയുക മാനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. മാനം പറയാൻ ഇവർക്ക് എന്താ യോഗ്യത? ഓരോ ചാനലിൽ പോകുമ്പോഴും അവന്റെ കൂടെ പോയിട്ട് അവന്റെ കീപ്പായിട്ട് പോയിട്ട് ഇപ്പൊ രണ്ട് ചാനലിലായി. പക്ഷേ ഇങ്ങനെ നടന്ന് അവന്റെ ഭാര്യയും കുട്ടിയും പെരുവഴിയിലാക്കിയവളാണ് ഇവിടുത്തെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കണം. മനസ്സിലായില്ല. ആ അവതാരിക ആരാണെന്ന് കൂടെ പറഞ്ഞട്ടെ. ഇതാ അവതാരിക അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പേര് മാത്രം അറിയുന്നില്ല. എന്ത് പറയാനാ ഇതിനൊക്കെ? ഇങ്ങനെ അറ്റുമൂലില്ലാണ്ട് പറഞ്ഞു നമ്മളിപ്പോ എന്താക്കാനാ? പിന്നെ പിന്നണിയിലൊക്കെ പോയി നോക്കുന്ന സമയത്ത് സിനിമാ ഫീൽഡിൽ മാത്രമല്ല ഒരുവിധം എല്ലാ ജോലി സ്ഥലത്തും ഇത് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമാ ഫീൽഡിലെ കാര്യങ്ങൾ ആയതുകൊണ്ട് നമുക്ക് അറിയാനൊരു കൗതുകം, അത്രേ ഉള്ളൂ. എന്തായാലും ചില കാര്യങ്ങളും കൂടി പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതും കൂടി കണ്ട് നമുക്ക് നിർത്താം. ഞാൻ ഒരു പടത്തിൽ വർക്ക് ചെയ്തു. ആ പടത്തിലെ നായകൻ ഒരു കോമഡിയൻ ആയിരുന്നു. നായിക മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ച പെണ്ണായിരുന്നു. അതിലൊരു പാട്ട് സീനിൽ അവളുടെ കഴുത്തിൽ താലി എന്നൊരു ഷോട്ട് ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു ഈ കോമഡിയായ നടൻ എന്നെ താലി കെട്ടാൻ ഞാൻ അനുവദിക്കില്ല എന്ന്. സംവിധായകൻ കുറെ കാലം സിനിമ എടുക്കാതിരുന്നിട്ട് സിനിമ എടുത്ത ആളായിരുന്നു. അദ്ദേഹം ആകെ വിഷമിച്ചു. എന്താ പറഞ്ഞു, ദിനേശ് ഇപ്പം മലയാള സിനിമ ഇങ്ങനെയൊക്കെയാണോ? ഞാനാണ് അസോസിയേറ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് എന്ത് അല്ല അവള് താലി കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ നടൻ താലി കെട്ടാൻ പറ്റില്ല, എന്റെ ഇമേജ് പൊളിയെന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, ഞാനാണ് ഈ പടത്തിന്റെ സംവിധായകനെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പ്രതിഫലം തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ താലികെട്ട് മാത്രമല്ല നിന്റെ ഫസ്റ്റ് നൈറ്റ് നിന്റെ പ്രസവം ഷൂട്ട് ചെയ്യും. അപ്പൊ അവളുടെ കൂടെ അവളുടെ അമ്മയുടെ ലീപ്പ് കൂടെ വരുമായിരുന്നു. അവൻ എന്നെ പറഞ്ഞു, തിരുവനന്തപുരത്ത് ചെങ്കച്ചൂള അറിയാമോന്നുണ്ട്. ഞാൻ പിന്നെ അറിയാം, അതിന്റെ അപ്പുറത്ത് ലിഡോ എന്നുള്ള ഹോട്ടലിലാണ് ഞാൻ സിനിമ ആദ്യമായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. എന്തേ ആ ഏരിയയിൽ വന്നാൽ നിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഇട്ട് ഞാൻ ചവിട്ടി കൂട്ടും നിന്നെ പുറം ഇന്ത്യയിലേക്ക് പറഞ്ഞു. അവസാനം ആ സിനിമയിൽ ആ നടന്റെ കൈക്ക് പകരം നായികയുടെ അമ്മയുടെ കൈ വെച്ച് ഗതികേട് കൊണ്ട് ആ സംവിധായകൻ താലി ഷൂട്ട് ചെയ്തു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പറയുന്നില്ല, അത് പറയാൻ കൊള്ളില്ല പരസ്യമായിട്ട്. ഇതൊക്കെ ഈ നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ കോമഡി നടൻ ആരാണെന്ന് മനസ്സിലായോ? ജഗദീഷ്. ആ നായിക ആരാണെന്ന് മനസ്സിലായോ? ബിന്ദുജ മേനോൻ. സിനിമ ഏതാണെന്ന് മനസ്സിലായോ? വണ്ടർ ഡാനിയൽ. ഇത് ഞാൻ പറഞ്ഞല്ലേ കേട്ടോ, കമന്റ് ബോക്സിൽ ഒരാളൊന്ന് പറഞ്ഞതാണ്. ഇത് എത്രത്തോളം ശരിയാണെന്നുള്ള എനിക്കറിയില്ല. പിന്നെ ഉറപ്പിലാണ്, നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റത്തില്ല. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ പുള്ളിക്കാരൻ സമർത്ഥിക്കാൻ ശ്രമിക്കും.
ശ്രമിക്കുന്നത്. ഈ ഹേമ കമ്മിഷനിൽ പോയി സ്ത്രീ പീഡനത്തിനെതിരെ പരാതി കൊടുക്കുന്ന നടിമാരും കണക്കാണെന്നുള്ളതാണ്. അവരിൽ പലരും ഇതേമാതിരി ഒരുപാട് കിടന്നു കൊടുത്തൊക്കെ തന്നെയാണ് ഇവിടെ എത്തിയത്. എന്നിട്ട് അവസാനം പോയി പരാതി കൊടുക്കുന്നത്. പക്ഷെ പുള്ളിക്കാരൻ സംസാരിച്ച് വരുമ്പോൾ മൊത്തത്തിൽ എല്ലാവരും അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലായി പോയി എന്നുള്ളതാണ്. അതൊട്ടും അംഗീകരിക്കാൻ കഴിയില്ല. ഹേമ കമ്മിഷനിൽ പരാതി കൊടുക്കുന്ന എല്ലാ നടിമാരും അങ്ങനെയല്ലല്ലോ. ഏകദേശം 12 മിനിറ്റോളം ഉണ്ട് ഈ വോയിസ് ക്ലിപ്പ്. നിങ്ങൾക്ക് M5 ന്യൂസ് എന്ന് പറഞ്ഞ ചാനൽ പോയി കഴിഞ്ഞാൽ ഇതിന് ഫുൾ വേർഷൻ കേൾക്കാൻ സാധിക്കും. അതിൽ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകളെ ഭയങ്കരമായിട്ട് മൊത്തത്തിൽ അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അതൊന്നും ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമില്ല. അങ്ങനെയൊക്കെയാണെങ്കിലും പുള്ളിക്കാരൻ പറഞ്ഞതിൽ ഒരുപാട് ഫാക്ട്സ് ഉണ്ട് അല്ലേ? എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.